ഏറെ സങ്കടകരമായിട്ടുള്ള ഈ സാഹചര്യം തുടക്കത്തിൽ തന്നെ വളരെ നന്നായി മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ ഏകോപനവും ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ, സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ദ്രുതഗതിയിൽ ആക്ട് ചെയ്യുകയും പരമാവധി സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്തു. NDRFൻ്റെ വയനാട്ടിലുള്ള സംഘവും കോഴിക്കോടുള്ള സംഘവും അതുപോലെ ഫയർ ഉൾപ്പെടെ സിവിൽ ഡിഫൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നും നല്ല രീതിയിലുള്ള നിർലോഭമായിട്ടുള്ള സഹകരണം ലഭ്യമാവുകയുണ്ടായി. ഇതിൽ ഇനി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇപ്പോഴുള്ള എല്ലാ ശ്രദ്ധയും രണ്ട് കാര്യത്തിൽ ഏകോപനം നടത്താനുള്ള ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു. ഒന്ന്, റോഡ് ഗതാഗത യോഗ്യമാക്കി മാറ്റാൻ, ആ പ്രവർത്തനം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അഡീഷണൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എത്തിക്കാനുള്ള തീരുമാനമെടുത്തു. രണ്ടാമത്തത് 4 സോണുകളാക്കി തിരിച്ച് വളരെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് തീരുമാനമെടുക്കുകയാണ്. 4 സോണുകളാക്കി. ആ സോണുകളാക്കിയിട്ടുള്ള പരിശോധന ഇപ്പം തന്നെ ആരംഭിക്കുകയാണ്. അതിൽ ലൈവ് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും അംശമുണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന 2 ഡോഗ്സ്, അതിൻ്റെ സാന്നിധ്യം നമുക്ക് ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തത്, മരണപ്പെട്ട് കഴിഞ്ഞാൽ ഡിറ്റക്റ്റ് ചെയ്യാനുള്ളതായ കെഡാവർ ഡോഗ്സ്, ആ കെഡാവർ ഡോഗ്സും ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന NDRFൻ്റെ 66 അംഗ ടീം അതിൻ്റെ ഫുൾ സ്വിംഗ് ഓപ്പറേഷൻസിന് മറ്റുള്ള ഘടകങ്ങളോടൊപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക.